ഹലോ, ഞങ്ങൾ ഇന്ന് നെസനെ കൊണ്ടൊരു ഈവനിങ് ഔട്ടിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി റെഡി ആയാലോ. ഞാൻ ആദ്യം നെസക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തു. നെക്സ്റ്റ് മുടി കെട്ടുകയാണ്. നെസക്ക് ഇതുവരെ മുടിയൊന്നും കെട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് അവളെ ഹെയർ ഒക്കെ ചെയ്യുന്നത്. അവൾക്ക് ഒന്നാമതേ ഹെയറിൽ തൊടുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ സമ്മതിക്കണമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് ബലം പിടിച്ചിട്ടാണെങ്കിലും ഒരു ലെവൽക്കൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അതിന് കാര്യമായിട്ടൊന്നുമില്ല. അവൾക്ക് മുടി ഭയങ്കര കുറവാണ് പൊതുവെ കുട്ടികളെ അപേക്ഷിച്ചിട്ട്. പക്ഷെ എന്നാലും കാണാനൊരു ഭംഗിയല്ലേ. അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ റെഡിയായി, ഇക്ക റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ പട്ടാമ്പി ഓക്സിജൻ പാർക്കിലേക്കാണ്. അപ്പൊ നമ്മളിതാ പാർക്കിൽ എത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ നെസക്ക് ഇങ്ങനെ പുറത്ത് പോകണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ പുറത്തു പോയാലും ആളധികം ഇടങ്ങാറാക്കുന്നില്ല. അത് നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. പൊതുവെ അങ്ങനെ തന്നെയാണ് അവള് വീട്ടിലാണെങ്കിലും. അപ്പോൾ ഇതാ പാർക്ക് ഇതാണ് പാർക്കിന്റെ ഉള്ളിൽ കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ നടക്കാനും കുറച്ച് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്ത് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിഫ്രഷിങ് ആണ് അവിടെ പോയി ഇരിക്കുമ്പോൾ. കുറച്ച് ക്രൗഡഡ് ആണ്. പക്ഷെ അതിങ്ങനെ എനിക്ക് തോന്നുന്നത് ഹോളിഡേയ്സിൽ മാത്രമേ ഇത്ര ക്രൗഡഡ് ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മള് കുറച്ച് ഫോട്ടോസ് എടുത്തു. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നടന്നു. പിന്നെ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എൻട്രി ഒക്കെ. അതുപോലെ അവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഒരുപാട് കുട്ടികളും, ഞാൻ പറഞ്ഞല്ലോ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടു. പിന്നെ നെസ ചെറുതായതുകൊണ്ട് ഇപ്പോൾ അതിലേക്കൊന്നും കയറാനായിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും വല്ലാണ്ട് പോയില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ ഇതിന്റെ സൈഡിൽ തന്നെ ഒരു എന്താ പറയാ, ഒരു ട്രീ ഹൗസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ മേളിലേക്ക് ഒരു സ്റ്റെപ്പ്, അതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു സെറ്റപ്പ്. ഇത് നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ടല്ലേ, അതാണ്. അപ്പോ ഇക്ക താഴെ നിൽക്കുകയാണ് ചെയ്ത്. ഞാനും നെസയും നടന്ന് അതിന്റെ മുകളിലേക്ക് കയറി. അപ്പൊ നമ്മൾ അതിലേക്ക് കയറാൻ വേണ്ടി പോയി. ഭയങ്കര കുഞ്ഞ സ്റ്റെപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ നെസനെ എടുത്ത് കയറുന്ന കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കുത്തനായിരുന്നു, പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പായിരുന്നു. അപ്പോൾ പക്ഷെ അതിന് മേളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവർ ശരിക്കും അവിടുത്തെ ആ ഒരു എന്താ പറയാ, ഒരു പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ അവർ ഒരുവിധം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മരത്തിലാണെങ്കിലും അതിന്റെ 4 പുറത്താണ് അവര് ആ കമ്പികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അതിന്റെ മേളിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കാനാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റും നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനങ്ങനെ ഇക്കാനോടും പറഞ്ഞു മേലേക്ക് കയറി വരാൻ. അങ്ങനെയൊക്കെ മേലേക്ക് കയറി വന്നു. കാരണം അവിടെ നിന്ന് നോക്കാനും നിൽക്കാനൊക്കെ ഭയങ്കര ഒരു നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മള് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കുള്ള പാർക്ക് വരുന്നത്. 1, 2, 3 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയൊന്നുമില്ല. ജസ്റ്റ് നെസക്ക് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്.
പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചു പോകാൻ ഇറങ്ങി. ആക്ച്വലി അവിടെ ഫുഡ് കോർട്ടിൻ്റെ ഇതൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടും ഒന്നുമില്ല. അപ്പം അത് കാരണം നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. കുറച്ച് നേരം മൊത്തത്തിലൊന്ന് കണ്ടിട്ട് പിന്നെ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഹോപ്പ് യു ആർ എൻജോയ്ഡ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.